അച്ഛൻ മൂത്തിട്ടുണ്ടാവൂലേ? മൂത്തിന് നല്ലോണം മൂത്തു. പൊയ്ക്കാൻ തുടങ്ങിട്ടല്ലേ? ആ ചെറുങ്ങനെ പൊയ്ക്കാൻ തുടങ്ങിയല്ലേ. വഴുതി പോവാ. നോക്കണം. അത് പിടിക്കാം. ഇവിടെ പിടിക്കാം. അച്ചാറൊക്കെ നല്ല ടേസ്റ്റാണ് വെച്ചാ. ആ അച്ചാറാക്കിയാ മതി. ആ നോക്കണം. പഴുതിപ്പോല കയ്യിലാമൊക്കെ നാരങ്ങ മല. നാരങ്ങ പറിക്കാൻ വേണ്ടി ചിലപ്പം കുറച്ച് സാഹസെല്ലാം അനുഭവിക്കേണ്ടി വരും. മുള്ളുണ്ട് നല്ല. രണ്ടും പറിച്ചേക്കാവുന്നല്ലേ? ആ ഒന്നാ കാണണ്ടാ? നല്ല കാട്ടൊന്നുമില്ല കാണാൻ. രണ്ടാമത്തെ ഇത് പൊട്ടി പോവാ. പൊട്ടിച്ച ശരിക്കേ? ആ ശരിക്കും മുത്തനെ അല്ലേ? ആ നാരങ്ങ 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 ആണോ? കൈ പിടിക്കണ നാരങ്ങ നഷ്ടോ? അമ്മേനെ വിളിച്ച വിളിക്കണ വേഗം. അച്ചാറാക്കാൻ നമുക്ക് നല്ല അടിപൊളി അച്ചാറാക്കല്ല. അതാ ഇതാ നാരങ്ങ മുറിച്ച് രണ്ടുവാ. ഇനി മുറിച്ചിട്ടോ. ഇനി നിങ്ങളെ പണിയാണ്, എന്റെ പണിയല്ല. അല്ലമ്മേ? നാരങ്ങ രണ്ടും പറിച്ചു. ഞാൻ ഒന്ന് പറിച്ചാ പോരെയാ? രണ്ടും പറിച്ചു. അപ്പൊ പണിയാക്കാൻ വേണ്ടിട്ട് രണ്ട് നാരങ്ങ. വെള്ളുണ്ടല്ലേ? അച്ഛൻ പറഞ്ഞു രണ്ടെണ്ണം പറിച്ചോ കേട്ടാ. അച്ഛൻ പറഞ്ഞു രണ്ടെണ്ണം പറിച്ചോ. അതല്ലേ? ഒരു കടലാസ് എടുത്തരുവാണേ വൈകി മുറിച്ചോ. അച്ഛനോട് വയ്ക്കണു മുറിക്കട്ടെ. എന്നോട് വയ്ക്കുന്നത് കുറച്ചുകൂടെ അടി കളഞ്ഞോ. തോല് കഴിക്കും. അടി കളയണ്ടാന്ന്. അച്ഛൻ പറഞ്ഞു അടി കളയണ്ട. അച്ഛൻ എന്നിട്ട് അടിയെ പോന്നു. അച്ഛൻ ഞാൻ കൊണ്ട അച്ഛന്റെ കത്തി പോരാ. നമ്മളെ കത്തി സൂപ്പർ കത്തിയാണ്. വെള്ളം ചേർക്കണ്ടേ? എല്ലാം ചേർക്കണം. അങ്ങനെ നമ്മുടെ നാരങ്ങയുടെ തോലിനെ കളഞ്ഞിട്ടുണ്ട്. അടുക്ക മുറിക്ക് പൊളച്ചതാണ്. മറ്റേത് പൊളന്നാ മതി. അല്ലെങ്കിൽ നീ കൊടുക്കണം. മൂത്തിട്ടേ മാതളം നാരങ്ങ, ഗണപതി നാരങ്ങ. കുരു പറക്കി കളയണം. പച്ച മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലതയും മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കടിച്ചു നോക്കിയ ഒരു വൈകൊക്കെ നോക്ക് വേണ്ടത് നോക്കിയ പുളി ഉണ്ടോക്കെ ചേച്ചി കൊടുക്കാണ്ട് തിന്നൂല. എന്താ സ്നേഹം. എന്നാ പിന്നെ ഇത് മുറിച്ചിട്ടെ. നീ എന്നാ പറഞ്ഞേ? ഇന്നലെ നിങ്ങൾ ചക്കപ്പാക്കണം മറ്റേക്ക് ചക്ക കൊണ്ട് തന്നിട്ടേ അത് മുറിക്കുമ്പോ കെട്ടിനി. ചക്കപ്പം തന്നുണ്ടാ? ചക്കപ്പാക്കണ ചക്ക കെട്ടിനോ? ചക്കപ്പം ഇല്ല ഇന്ന് കേട്ടാ. ഒരു ചക്ക പഴുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. കേട്ടാ വേഗേ ചക്കപ്പാക്കാൻ വെച്ച ചക്ക കിട്ടുമോ ഇനി? അതുകൊണ്ട് ചക്കപ്പം പ്രതീക്ഷിക്കണ്ട. എല്ലാം പാറ്റുന്നല്ലപ്പാ. അതിനെക്കാട്ടി നല്ലത് ഇവര് അതുകൊണ്ട് വേവിച്ചിട്ട് വെക്കാം. വേവിച്ചിട്ട് കൂടെ ഡാൻസ് കളിച്ച വേഗം. അതെ വേഗം കളിക്കും. ഒക്കെ വേണം. മതി. സൂപ്പർ സൂപ്പർ. ഡാൻസ് കണ്ടിട്ട് എവരെ ഡാൻസ് കണ്ടിട്ടേ അപ്പം കാണുന്നില്ല. അത് വലിയ ഇതൊന്നുമില്ല. നല്ല അടിപൊളി ഡാൻസ് കേട്ടാ. നിന്റെ മാമക്ക് ആവായിട്ടാണ് കേട്ടാ. പക്ഷെ എന്റെ അമ്മക്ക് കളിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് കേട്ടാ പറയുന്നത്. ഇല്ല ഡാൻസ് നല്ല ഇന്നലെ കണ്ടോ പാലത്തിന്റെ മുകളിൽ ഇവള് ശ്രീയും തുള്ളുന്നു. ഡാൻസിന് പാലത്തിന്റെ മുകളിൽ തുള്ളിയേക്കല്ലേ.
ആ മതി 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 മോ അതില് കണ്ട അധികമായ അമ്മക്കും വിഷം. അപ്പൊ നമ്മുടെ നാരങ്ങെല്ലാം മുറിച്ചായിട്ടുണ്ടേ. ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. അതിലൊന്ന് തിരുമ്പി വെക്കോട്ടെ. അതൊന്ന് തിരുമ്പിട്ട് ഇത് കുറച്ച് സമയം നിൽക്കണം, അല്ല റസ്റ്റ് നോക്കണം. അപ്പം നമ്മുടെ അച്ചാറിലേക്ക് വേണ്ടുന്ന ചേരുവകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ പൊടികളും ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഗണപതി നാരങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടത്ത്. ഇനി അടുത്ത് നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി, പച്ചമുളക് ഇട്ടു. പച്ചമുളക് എല്ലാം മിക്സാക്കി. കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. തീ കുറച്ച്. മുളക് പൊടി, സാധാ മുളക് പൊടി ഇത് ഒരു സ്പൂൺ, ഒരു വലിയ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒന്ന് ഇടാം. ഒരു 1.5 സ്പൂണ്, 1.25 സ്പൂൺ. പിന്നെ നമ്മുടെ ഉലുവാപ്പൊടി ഇടാം. കുറച്ച് ഉലുവാപ്പൊടിയെ അല്ല കേട്ടോ. കായപ്പൊടി കൊണ്ട് ഇട്ട് കൊടുക്കാം. കായപ്പൊടി, ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച നമ്മുടെ ഗണപതി നാരങ്ങ ഇട്ട് കൊടുക്കാം. വെള്ളത്തോടു കൂടിയാണ്, അതുകൊണ്ട് ഇനി വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഇനി പുളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിനാഗിരി വെച്ച് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് വയ്ക്കുക പുളി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചേരുവ നമ്മുടെ വെല്ലം അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. ശർക്കര. ചെറിയ കയ്പുണ്ടാവും ഈ നാരങ്ങക്ക്. അപ്പോൾ വെല്ലം കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ നമ്മുടെ മാധവ് നാരങ്ങ ഇതാ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തുള്ളിക്കൊരു കൂടം പേമാരി. നല്ല മഴ കേട്ടോ, നല്ല ശക്തമായ മഴയാണ്. തണുപ്പുണ്ടാ? അപ്പൊ ഇന്ന് മീനൊന്നും ഇല്ല കേട്ടാ. അച്ഛനമ്മേനെ നേരത്തെ ചോറ് കഴിച്ചു. നമ്മ കുറെ വൈകി അച്ചാറാക്കുമ്പോക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ അച്ചാറ് കുറച്ചും കൂടെ ആക്കിക്കോ, ലേശം കൂടെ അച്ചാറിനെ. ഇവക്ക് ഇതാ ഇവിടെ അച്ചാറിന്റെ ആളാണ്. അച്ചാറിന്റെ കൂലിയായി ഇവള്. അച്ചാറിന്റെ കൂലി. അച്ചാറേ ഇവർക്ക് വേണ്ടു. അപ്പൊ ഇന്ന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. ഏതാ പരിപ്പ് കറിയാണ്. നേരിയത് പരിപ്പ് പോലല്ലേ. മതി മതി മതി. നല്ല ടേസ്റ്റ് തന്നെ. ഇന്ന് അച്ചാറിന്റെ ആളിനെ ആദ്യം ചോറ് കഴിക്കുന്നേ. വെള്ളച്ചാറിനെയാ? കളം മധുരം ഇല്ലേ? പുളിയിലും ഇല്ലേ? പുളി ഉപ്പ് എല്ലാം ഉണ്ടാ?
ആദ്യം അച്ചാറും എന്താ പരിപ്പ് ചാറും മിക്സൊക്കെ നോക്കേ. അച്ചാർ നല്ല അച്ചാറാണ് കേട്ടോ. ഇളം മധുരം, പുളി, സംഭവം സൂപ്പർ. ഒരു ഉണക്ക വറവുകൂടെ ഓണായിരുന്നു. എന്നാ പിന്നെ കഴിക്കട്ടോ. ഓക്കെ.